അഗ്നി ക്രിസ്റ്റിയുടെ നേരെ ആഞ്ഞെടുത്തു. അവൻ്റെ കണ്ണുകളിൽ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. നീ എൻ്റെ ഏട്ടത്തിയുമായി ചേർന്ന് കളിച്ച ഈ നാടകങ്ങളൊക്കെ ഞാൻ പൊളിച്ചടുക്കി ക്രിസ്റ്റി, അഗ്നി ഗർജിച്ചുകൊണ്ട് പറഞ്ഞു. വസുദേവേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് ശരണ്യവായി നീ എത്ര രൂപ കൈക്കലാക്കി? എൻ്റെ ഏട്ടൻ വിയർപ്പൊക്കി വാങ്ങിയ ആ ഫ്ലാറ്റ് നീ സ്വന്തം പേരിലാക്കിയത് ഞാൻ അറിഞ്ഞില്ലെന്നാണോ നീ കരുതിയത്? നിന്റെ തനി നിറം ഇതിലും ഭീകരമാണല്ലോടാ. ക്രിസ്റ്റി ഭയന്ന് പിന്നിലേക്ക് നീങ്ങി. അഗ്നി അവന് നേരെ ഒരു പിടി ഫോട്ടോകൾ എറിഞ്ഞു കൊടുത്തു. ഇത് കണ്ടോ നീ? റെയിൽവേ സ്റ്റേഷനിൽ നീ മറ്റു പെണ്ണുങ്ങളുമായി നടത്തുന്ന ഇടപാടുകൾ. മാളവികയെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം കൂടി തകർക്കാനാണോ നീ ഇതെല്ലാം കരുതിക്കൂട്ടി ചെയ്തത്? എല്ലാം ഇപ്പോൾ തന്നെ തിരിച്ചു നൽകണം നീ. ആ വില്ലയും സ്വത്തും ഉടനെ തന്നെ പഴയപടി വസുദേവേട്ടൻ്റെ പേരിലാക്കി കൊടുക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കും. അഗ്നിയുടെ കൈവശമുള്ള തെളിവുകൾ ക്രിസ്റ്റിയെ തളർത്തിക്കളഞ്ഞു. പുറം ലോകം അറിഞ്ഞാൽ താൻ ഇല്ലാതാകുമെന്ന് ബോധ്യപ്പെട്ടവൻ വിറക്കുന്ന കൈകളോടെ എല്ലാ രേഖകളിലും ഒപ്പിട്ട് നൽകി. ക്രിസ്റ്റിയുടെ ചതിയിൽ നിന്ന് മാളവികയെ രക്ഷിച്ചെടുത്തത് പുറത്തിറങ്ങിയപ്പോൾ ഹരീന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം മകളുടെ ഭാവി ഒരു വലിയ കൊടുംചതിയിലേക്ക് വീണു പോകാമായിരുന്നു എന്ന തിരിച്ചറിവ് ആ വൃദ്ധനെ തളർത്തിയിരുന്നു. അദ്ദേഹം അഗ്നിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അഗ്നിമോനെ, എൻ്റെ മകളെ ആ ചതിക്കുയിൽ നിന്ന് മോൻ രക്ഷിച്ചു. ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മോനെ. എൻ്റെ മകളെ നീ ഒരു ആപത്തിൽ നിന്നും കരകയറ്റിയിരിക്കുന്നു. അഗ്നി ആ ഹരിദാസിൻ്റെ തോളിൽ മൃദുവായി തട്ടി ആശ്വസിപ്പിച്ചു. ശേഷം അവൻ മാളവികയെ നോക്കി. തൻ്റെ ബോസ് എന്നതിലുപരി അഗ്നി തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നായിരുന്നു എന്നവൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞു. അവളുടെ കണ്ണുകളിൽ കുറ്റബോധവും പ്രണയവും ഒന്നിച്ചു തത്തിക്കളിച്ചു. അഗ്നി ഹരീന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ ഉള്ളിലെ ആഗ്രഹം തുറന്നു പറഞ്ഞു, അച്ഛാ, മകളെ എനിക്ക് തരുമോ? അച്ഛ, എനിക്ക് നിങ്ങളുടെ മകളെ തരുമോ? ഞാൻ അവളുടെ ബോസ് മാത്രമല്ല, ഇവളെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ദുബായിലെ ബിസിനസ് തിരക്കുകൾ കാരണമാണ് എനിക്കെല്ലാം തുറന്നു പറയാൻ കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിയാഞ്ഞത്. മോൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സമ്മതത്തോടെ എനിക്കിവളെ ചേർത്ത് പിടിക്കണമെന്നുണ്ട്. ഹരീന്ദ്രൻ മാളവികയെ നോക്കി. അവൾ നാണത്തോടെയും സന്തോഷത്തോടെയും തല താഴ്ത്തി. ആ മൗനമായിരുന്നു സമ്മതങ്ങൾക്കപ്പുറം. നാളെ തന്നെ എൻ്റെ വീട്ടുകാരുമായി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ? അഗ്നി ഉറപ്പിച്ചു പറഞ്ഞു. തറവാട്ടിലെ പ്രഖ്യാപനം തൻ്റെ കാറിൽ അവരെ രണ്ടുപേരെയും വീട്ടിലെത്തിച്ചു. ശേഷം അഗ്നി നേരെ പോയത് തൻ്റെ തറവാട്ടിലേക്ക്. വീടിൻ്റെ ഉമ്മറത്ത് അച്ഛൻ സേതുമാധവനും അമ്മ സേതുലക്ഷ്മിയും അവനെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. മകൻ്റെ മുഖത്തെ വജ്രതുല്യമായ തിളക്കം അവർ ഒന്ന് ശ്രദ്ധിച്ചു. അച്ഛാ, അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മാളവികയെ വിവാഹം കഴിക്കണം. അവളല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണില്ല. മേലിൽ എന്നെക്കൊണ്ട് മറ്റൊരു വിവാഹത്തിന് നിങ്ങൾ നിർബന്ധം പിടിപ്പിക്കുകയും ചെയ്യരുത്. ഇത് എൻ്റെ അവസാന വാക്കാണ്. മകൻ്റെ വാക്കുകളിലെ ദൃഢത സേതുമാധവനെ ഒന്ന് അമ്പരപ്പിച്ചു. അദ്ദേഹം ഗൗരവത്തോടെ ഭാര്യയെ ഒന്ന് നോക്കി. ആരാടാ ഈ മാളവിക? സേതുമാധവൻ മകനോടായി ചോദിച്ചു. എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവളാണ്. എൻ്റെ BA കൂടിയാണവൾ. സാമ്പത്തികമായി പിന്നോക്കമുള്ളവരുമാണ്. അതിൻ്റെ പേരിൽ അച്ഛൻ ഈ ബന്ധം ഒഴിവാക്കരുത്. എന്നാൽ സേതുലക്ഷ്മിയുടെ കണ്ണുകൾ മകൻ്റെ സന്തോഷം മാത്രമാണ് തെളിഞ്ഞു നിന്നത്. ആ നിശബ്ദമായ പിന്തുണക്ക് കണ്ടപ്പോൾ സേതുമാധവൻ്റെ മുഖത്തെ ഗൗരവം വലിഞ്ഞു. നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം മോനെ. അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അഗ്നിയുടെ മനസ്സ് ശാന്തമായി. എല്ലാ അഗ്നിപരീക്ഷയും അതിജീവിച്ച് മാളവിക തൻ്റെ ജീവിതത്തിലേക്ക് ഭാഗമാകാൻ പോകുന്നു എന്ന തിരിച്ചറിവ് അവനിലൊരു പുതിയ വെളിച്ചം നിറച്ചു. പ്രതിസന്ധികൾ അവസാനിച്ചിരിക്കുന്നു. പ്രണയത്തിൻ്റെ പുതിയ പുലരി അവിടം മുതൽ ആരംഭിച്ചു. തലേ ദിവസത്തെ സംഘർഷങ്ങൾക്കു ശേഷം, വെളിപ്പെടുത്തലുകൾക്കും ശേഷം ആ പ്രഭാതമുണർന്നത് പുതിയൊരു പ്രത്യാശയോടെയാണ്. അഗ്നിയുടെ തറവാട് കണിമംഗലം അന്ന് അക്ഷരാർത്ഥത്തിലൊരു ആഘോഷമായി തയ്യാറെടുപ്പിലായിരുന്നു. തൻ്റെ മകൻ്റെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ വഴങ്ങിയെങ്കിലും സേതുമാധവൻ്റെ ഉള്ളിൽ ചില ആശങ്കകൾ ബാക്കിയുണ്ടായിരുന്നു. എങ്കിലും മകൻ്റെ സന്തോഷത്തിനായി അദ്ദേഹം ആ യാത്രയ്ക്ക് തയ്യാറായി. അഗ്നിയുടെ പിതാവ് സേതുമാധവൻ, മാതാവ് സേതുലക്ഷ്മിയും കാർത്തുമ്പിയും അരുണും കൂടാതെ ക്രിസ്ത്യ ചതിയിൽ നിന്ന് മോചിതയായ വസുദേവനും ദേവശ്രീയും അടങ്ങുന്ന വലിയ സംഘം തന്നെ മാളവികയുടെ വീട്ടിലേക്ക് തിരിച്ചു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിരമണീയമായ ഒരിടത്തായിരുന്നു മാളവികയുടെ കൊച്ചു വീടും. തങ്ങളുടെ പ്രൗഢിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ വീട് ചെറുതാണെങ്കിലും അവിടം അതിമനോഹരമായി അലങ്കരിച്ചിരുന്നു. കാറുകൾ മുറ്റത്ത് വന്നു നിന്നപ്പോൾ സേതുമാധവൻ ചുറ്റും കണ്ണോടിച്ചു. പണമില്ലെങ്കിലും അന്തസ്സുള്ള ഒരു കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ അവിടെ എങ്ങാനും ഉണ്ടായിരുന്നു.
അദ്ദേഹം അഗ്നിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മകൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിയില്ലെന്ന ഭാവമായിരുന്നു ആ മുഖത്തപ്പോഴും. എല്ലാവരും അകത്തളത്തിൽ ഇരിപ്പുറപ്പിച്ചു. ഹരീന്ദ്രൻ നിറഞ്ഞ കൈകളോടെ അതിഥികളെ സ്വീകരിച്ചു. പെട്ടെന്നാണ് അകത്തെ മുറിയിൽ നിന്ന് ഒരു നിലവിളക്കിൻ്റെ പ്രഭയോടെ മാളവിക കടന്നു വന്നത്. എല്ലാവർക്കും നിൽക്കാനായി ഒരു താലത്തിൽ ഗ്ലാസും നിറച്ച ഫ്രഷ് ജ്യൂസുമായിട്ടാണ് അവളുടെ വരവ്. ഇളം മഞ്ഞ നിറത്തിലുള്ള സെറ്റ് സാരിയും കറുത്ത മുടിയും തുളസിക്കതിരിൻ്റെ മണവുമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ സേതുലക്ഷ്മിക്ക് അത്ഭുതം തോന്നി. തൻ്റെ ഓഫീസിൽ ഫയലുകളുമായി ഓടി നടന്നിരുന്ന ആ പെൺകുട്ടിയല്ലത്, സാക്ഷാൽ മഹാലക്ഷ്മിയെപ്പോലെ ഒരു സുന്ദരി, നല്ല തങ്കപ്പെട്ട പോലെ ഒരു കുട്ടി അല്ലേ സേതുവേട്ട? സേതുലക്ഷ്മി തൻ്റെ ഭർത്താവിൻ്റെ കാതിൽ സ്വകാര്യം പറഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ മാളികയെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞതും കുടുംബ ജ്യോത്സ്യനും വന്നു. പൊരുത്തങ്ങളുടെ പവിത്രത, പരസ്പരമുള്ള കുശലാന്വേഷണങ്ങൾക്കും പരിചയപ്പെടുകൾക്കും ശേഷം കുടുംബ ജ്യോത്സ്യൻ തൻ്റെ താളിയോലകൾ നിവർത്തി. അഗ്നിയുടെയും മാളവികയുടെയും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കേണ്ട നിമിഷം മുറിയിൽ നിശബ്ദത പടർന്നിരുന്നു. അഗ്നി മാളവികയെ ഒളിഞ്ഞു നോക്കി. അവളൊരു വിരലുകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജ്യോത്സ്യൻ ചിരിച്ചുകൊണ്ട് മുഖമുയർത്തി. സേതുമാധവൻ നായരെ, ഇത് അപൂർവമായ പൊരുത്തമാണ്. 10-ൽ 10 അഗ്നിയുടെ ജാതകത്തിലെ അല്പം കടുപ്പമുള്ള ചൊവ്വാദോഷം പോലും ഈ കുട്ടിയുടെ നക്ഷത്ര ഗുണം കൊണ്ട് അലിഞ്ഞു പോകും. കടലും പുഴയും ചെയ്യുന്ന പോലെ ഇവർ ഒന്നിക്കേണ്ടതാണ്. ജ്യോത്സ്യൻ്റെ പ്രവചനം കേട്ടതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. ക്രിസ്റ്റിയെപ്പോലെ ഒരു ചതിയൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ മകളെ രക്ഷിച്ചതിന് ദൈവനിയോഗമാണെന്നും ഹരീന്ദ്രൻ അപ്പോഴും വിശ്വസിച്ചു. തുടർന്ന് അഗ്നിയും മാളവികയും പരസ്പരം മോതിരങ്ങൾ അണിഞ്ഞു. അഗ്നി അവളുടെ വിരലിലേക്ക് ആ സ്വർണ്ണമോതിരം അണിയിക്കുമ്പോൾ മാളവികയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. താൻ സ്വപ്നത്തിൽ കണ്ട ദിവസം വന്നെത്തി. അവൾ അവനെ പ്രണയത്തോടെ നോക്കി. എൻ്റെ ജീവനുള്ളിടത്തോളം ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. അവളുടെ കാതിൽ അഗ്നി മന്ത്രിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ തോളിലേക്ക് ചാഞ്ഞു. സദ്യ കഴിഞ്ഞു മടങ്ങുമ്പോഴും മാളവികയുടെ കുടുംബത്തിലെ ഒരംഗമായി കഴിഞ്ഞു മാളവികയും. അരുണും കാത്തുമ്പിയും അവളെ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോൾ അഗ്നി ചിന്തിച്ചത് ഒന്ന് മാത്രം. മാളവികയെ തൻ്റെ PA ആയി നിയമിച്ച ദിവസം മുതൽ തുടങ്ങിയ ഈ പ്രണയം ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. ഇനി തടസ്സമില്ലാതെ പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ മാത്രം. തറവാട് മുറ്റത്തെ കൂറ്റൻ പന്തകൾ മംഗളാദനങ്ങൾ ഒഴുകി നടന്നു. ആ പ്രഭാതത്തിന് പതിവിലും കൂടുതൽ ഐശ്വര്യം വന്നു. ഒരേ മണ്ഡപത്തിൽ 2 വിവാഹങ്ങൾ, അഗ്നിയുടെയും മാളവികയുടെയും. ഒപ്പം അഗ്നിയുടെ മൂത്ത സഹോദരൻ വസുദേവൻ്റെയും ദേവശ്രീയുടെയും. വസുദേവൻ്റെ ജീവിതം ശരണ്യ എന്ന സ്ത്രീ തകർത്തെറിഞ്ഞതായിരുന്നു. തൻ്റെ ഏട്ടനെ ചതിച്ച് സ്വത്തുക്കളും പണവും തട്ടിയെടുത്ത് ക്രിസ്റ്റിക്കൊപ്പം പോയ ശരണ്യ വസുദേവൻ്റെ മനസ്സിൽ വലിയൊരു മുറിവാണ് ഉണ്ടാക്കിയത്. ആ തകർച്ചയിൽ നിന്ന് ഏട്ടനെ കൈപിടിച്ചുയർത്തിയത് അഗ്നിയാണ്. ശരണ്യവുമായുള്ള ബന്ധം നിയമപരമായി വേർപെടുത്തി. ഏട്ടൻ്റെ നഷ്ടപ്പെട്ട സ്വത്തുക്കളും അന്തസ്സും അഗ്നി വീണ്ടെടുത്ത് നൽകി. എന്നാൽ എല്ലാറ്റിനുമുപരി ശരണ്യ ഉപേക്ഷിച്ചു പോയ മകൻ കിച്ചുവിന് ഒരമ്മയെ വേണം. വസുദേവനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ദേവശ്രീ കിച്ചുവിനെ സ്വന്തം മകനെ നെഞ്ചോട് ചേർത്തു. ഇന്നവൾ ഒന്നാകുകയാണ്. മംഗല്യമുഹൂർത്തം. പട്ടുനൂൽ ചേർത്ത മന്ത്രകോടിയുമായി വസുദേവനും അഗ്നിയും മണ്ഡപത്തിലിരുന്നു. വധുക്കളായ മാളവികയും ദേവശ്രീയും എത്തിയപ്പോൾ സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു. മാളവികയുടെ ബോസായിരുന്ന അഗ്നി ഇന്ന് അവളുടെ പ്രാണനാഥനാകാൻ പോകുന്നു. പൂജാരി പവിത്രമായ താലി കൈമാറി. ശുഭമുഹൂർത്തത്തിൽ അഗ്നി മാളവികയുടെ കഴുത്തിൽ താലി ചാർത്തി. അവളുടെ നെറുകിൽ സിന്ദൂരം ചാർത്തുമ്പോൾ അഗ്നിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അത് പ്രണയം കൊണ്ടും സന്തോഷം കൊണ്ടും മാത്രമായിരുന്നു. തൊട്ടടുത്ത് തന്നെ വസുദേവൻ ദേവശ്രീയുടെ കഴുത്തിലും മിന്നു ചാർത്തി. കിച്ചു ഓടി വന്ന് അച്ഛൻ്റെയും പുതിയ അമ്മയുടെയും ഇടയിലിരുന്നു. ദേവശ്രീ അവനെ മുത്തം കൊണ്ട് മൂടിയപ്പോൾ വസുദേവൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ആ പവിത്രമായ നിമിഷത്തിൽ മന്ത്രോച്ചാരങ്ങൾക്ക് 4 മനസ്സുകളും ഒന്നായി തീർന്നു. ഇനിയുള്ള യാത്രയിൽ തണലായും തുണയായും ഒന്നിച്ചു നീങ്ങുമെന്ന് അഗ്നിസാക്ഷിയായി അവർ ഉറപ്പിച്ചു. ശുഭം.